ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് കെ ടോക്സ്. ഇന്ന് നമ്മുടെ ഡയറ്റിങ്ങിൻ്റെ 15th ഡേ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊന്നല്ല, ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്നും വിളിച്ചിരുന്നു. അപ്പം വിശേഷങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് എൻ്റെ ഡയറ്റിങ്ങിനെ കുറിച്ചും ഫേസ്ബുക്കിലിടുന്ന വീഡിയോനെ കുറിച്ചൊക്കെ സുഹൃത്ത് പരാമർശിച്ചു. സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പ് തന്നു. നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം പറഞ്ഞു വന്ന കാര്യം വേറെ ഒരു കാര്യമാണ്, ഇതൊന്നുമല്ല. അവന് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു, മറ്റൊന്നുമല്ല, മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം പതിഞ്ഞു പോകുന്നു എന്നുള്ള കാര്യം. ഇത് ഒട്ടനവധി ആൾക്കാർക്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞ് നിൽക്കുക. അതങ്ങനെ കുറേ നേരം നിൽക്കും. നമ്മൾ പിന്നെ ഇപ്പോൾ പുറത്ത് മൂത്രം ഒഴിച്ചാലും ടോയ്ലറ്റിൽ മൂത്രം ഒഴിച്ചാലും ഫ്ലഷ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ നിൽക്കുന്നതായിട്ട് കാണും. അതൊരു നിസ്സാര കാര്യമാണോ സീരിയസ് ആണോ എന്ന് അറിയാനാണ് അവനോട് ചോദിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയും വെള്ളം കുടിക്കാനും മറ്റു കാര്യങ്ങളും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം പതിഞ്ഞു പോവോ, പതയാതെ പോവോ, അതോ ഇതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പ്രധാന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂത്രം പതിഞ്ഞു പോകുന്നതിന് ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് ഇതിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഒന്നേ ഉള്ളൂ കാര്യം. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഷുഗർ, മനസ്സിലായില്ലേ? ഒറ്റ ഐഡിയ ഉള്ളൂ. നേരെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് പോവുക, HbA1c ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കൊളസ്ട്രോളും കൂടിയാണ് നോക്കിയാലേ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങളും ഉള്ളിലെ ഫാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ ബ്ലഡിൽ HbA1c നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 മാസത്തെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് കിട്ടും. അത് ഒരിക്കലും 5.7 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അതായത് നിങ്ങൾക്ക് ഈ അടുത്ത് തന്നെ ഷുഗർ ആരംഭിക്കും. അതിന് താഴെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ടെസ്റ്റും കൂടി നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ശരീരം ഓക്കെ ആണോ, ഫിറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനും പോയിൻറ്റിന് മേലേക്കാണെങ്കിൽ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക, ചോറ് കൺട്രോൾ ചെയ്യുക. ചോറിൽ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി എടുത്ത് തിന്നേക്കരുത്. ചപ്പാത്തിയിലും ഷുഗറുണ്ട്. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച്, ധാന്യവർഗ്ഗങ്ങളെല്ലാത്തിലും സ്റ്റാർച്ച് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ധാന്യങ്ങളെല്ലാം പരമാവധി ഒഴിവാക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഓട്സ്, റാഗി അങ്ങനത്തേലൊക്കെ പിന്നെയും കുറച്ച് അളവ് കുറവുണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് പയ്യെ ഡീവേറ്റ് ആയി പോയി. എങ്കിലും ഞാൻ ആ സബ്ജക്റ്റിലേക്ക് തന്നെ പറയണം. നമ്മൾ ഈ മൂത്രം പതിഞ്ഞു പോകുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോൾ ചെക്ക് ചെയ്യുക പതിഞ്ഞാണോ പോകുന്നതെന്നുള്ളത്. എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയും, ആ ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. ഡോക്ടറോട് ചെന്ന കാര്യം പറയുക, ഡോക്ടർ അത് എഴുതും, ലാബിലൂടെ റെഫറൻസ് എഴുതും. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിനിലൂടെ നമ്മുടെ പ്രോട്ടീൻ കടന്നു പോകുന്നതാണ്. ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ യൂറിനിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ പതിഞ്ഞു പോകുന്നത്. ഈ സാധനം ശരിക്കും നമ്മളെ എവിടെ ഫിൽട്ടർ ആവണം? കിഡ്നിയിൽ ഫിൽട്ടർ ആവേണ്ടതാണ്. പക്ഷേ കിഡ്നിയിൽ ഫിൽട്ടർ ആവുന്നില്ല. അതുകൊണ്ടാണ് അത് നേരെ യൂറിനിലോട്ട് വരുന്നത്, ബ്ലഡിൽ നേരെ യൂറിനിലോട്ട് വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് കിഡ്നി ഫെയിലിയർ ആവുന്നതിൻ്റെ ഫസ്റ്റ് ലക്ഷണമാണ് ഈ മൂത്രം പതിഞ്ഞു പോകുക എന്നുള്ളത്. പരമാവധി ശ്രദ്ധിക്കണം. നിസ്സാരക്കാരനല്ല. കിഡ്നി LFT കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതൊന്നും നിസ്സാരമായിട്ട് കണക്കാക്കരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വെള്ളം അടിക്കുന്നവരാണെങ്കിലും മറ്റ് ദുശീലങ്ങളൊക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം, അല്ലാത്തവരും ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല. വെള്ളം അടിക്കുന്നവരും വെള്ളം അടിക്കാത്തവരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം വെള്ളം അടിക്കാത്തവർക്ക് വരെ SGPT SGOT കൂടുതലുണ്ട്, മനസ്സിലായി? നമ്മുടെ മീറ്റും ഇറച്ചി ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ച് കഴിഞ്ഞാൽ SGPT കൂടുതൽ നിൽക്കും, SGOT കൂടുതൽ നിൽക്കും. SGPT മദ്യം കഴിക്കുന്നവർക്കാണ് കൂടുതൽ നിൽക്കുക. ഓക്കെ. അപ്പം കിഡ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അരിപ്പയാണ്. നമ്മളിപ്പോൾ ചായ ഇട്ടു, തേയില ഇട്ടു, ചായ ഉണ്ടാക്കി അരിക്കുമ്പോൾ തേയില എവിടെ വരണം? അരിപ്പയിൽ വരണം. അരിപ്പിക്ക് ഓട്ട വീണാഞ്ഞാലോ അത് എവിടെ കിടക്കും? കിഡ്നിയിൽ, ചായയിൽ കിടക്കും. അതുപോലെ തന്നെയാണ് കിഡ്നിക്ക് ഒരു ഫിൽട്രേഷൻ ബുദ്ധിമുട്ട്, അവിടെ ഒരു അരിപ്പയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതിനൊരു ഇൻഫ്ലമേഷൻ, അതിനൊരു മുറിവ്, അങ്ങനത്തെ ഓട്ട വീണ സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ സാധനം നേരെ ഈ ആൽബുമിൻ എന്ന പ്രോട്ടീൻ മൂത്രത്തിലേക്ക് ഡയറക്റ്റ് പോവുക. അപ്പം ഈ സാധനം കിഡ്നി ഇത് ബ്ലഡിലെ ആൽബുമിൻ പ്രോട്ടീൻ മോളിക്കൂൾ ഒരിക്കലും കിഡ്നിയിലൂടെ യൂറിനിലേക്ക് വരാൻ പാടില്ല. അതവിടെ തടഞ്ഞ് നിൽക്കണം, മനസ്സിലായില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് സ്ട്രെസ്സാണ്, അതായത് കിഡ്നി ഡാമേജ് ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് മാക്സിമം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഒരിക്കലും നമ്മളറിയാതെ അതിനകത്തേക്ക് പോയി വീഴരുത്, മനസ്സിലാവുണ്ടോ? കിഡ്നിയുടെ അസുഖങ്ങളെല്ലാം തുടക്കത്തിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ മുട്ടം പണി കിട്ടും. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ഇപ്പോൾ നോക്കുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ വെരി ഹൈ ആണ്, 1.8 അത്രയ്ക്കുണ്ട്. അപ്പം അതൊക്കെ വെരി ഹൈ ആണ്. ക്രിയാറ്റിൻ അത്രയും കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡ്നിയുടെ ഒരു 50% ഫെയിലിയർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് റെക്ടിഫൈ ചെയ്തെടുക്കണതിന് തന്നെ കുറേ പാടുണ്ട്. പിന്നെ ഷുഗർ പേഷ്യൻസും BP ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് അപ്ലൈ ചെയ്യാനായിട്ട് കുറേ ലേറ്റ് ആവും. അപ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാം നമുക്ക് കണക്റ്റഡ് ആണ്. നമ്മുടെ ഡയറ്റും ഈ എല്ലാ ബോഡിയുടെ ഇൻറ്റേർണൽ പാർട്സും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഡയറ്റ് എടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ഈ ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവരും ഈ ഒരു ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ടെസ്റ്റ് ഇയർലി വൺസെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. കാരണം ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നി ഫെയിലിയറിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, BP, മൂത്രം പതിഞ്ഞു പോകുന്നവരൊക്കെ ഈ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ടെസ്റ്റ് ചെയ്യണം.
പിന്നെ കാലിൽ നീര് വരുന്നവർ, കാൽപാദത്തിൻ്റെ അവിടെ നീരൊക്കെ വരുന്നവരുണ്ടല്ലോ, വെറുതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ, അങ്ങനെയുള്ളവരും ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ അത് ഫോളോ ചെയ്യുക, നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി.